ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമല്ലേ സംഭവിച്ചിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ സ്വകാര്യ പൂജയ്ക്ക് കൊണ്ടുപോയി ഇതൊന്നും ദേവസ്വം ബോർഡ് അറിയാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, KVS ഹരിദാസ്? ഡോക്ടർ അരുൺ, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ശബരിമലയിലെ അയ്യപ്പനോടാണ്, അയ്യപ്പ സ്വയം കാത്തോളണേ എന്ന്. ഇന്നിപ്പോ ഭരണത്തിലുള്ള കൂട്ടരും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവരും, അത് തലമുറകളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അവർ നാളെ ആ ധ്യാന നിഷ്ഠയിലിരിക്കുന്ന പുഞ്ചിരി തൂകുന്ന അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റിയാൽ അതിശയിക്കാനില്ല. ഇപ്പൊ മഹേഷ് പണിക്കർ പറഞ്ഞല്ലോ, ആ ദ്വാരപാലകന്മാരുടെ പ്രാധാന്യം. അയ്യപ്പനെ കാക്കുന്നവരാണ്. അതാണ് ഒരു ക്ഷേത്ര സങ്കല്പം. അവിടെ എത്തുന്ന ഭക്തന്മാരുടെ ഒരു രക്ഷിതാക്കളാണ്. അതാണ് ഇവർ അടിച്ചു മാറ്റിയത്. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് 4 കിലോ സ്വർണത്തിന്റെ കണക്ക് പറയാ ഇവിടെ ഇരുന്നിട്ട്. എനിക്ക് ലജ്ജ തോന്നുക ചെയ്യുന്നേ. ഇത്തരയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് അധപ്പതിച്ചുകൂടാ. ഇവിടെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും അയ്യപ്പനെ കാണാൻ എത്തുന്നത് കോടാനുകോടി ഭക്തന്മാരാ. നമുക്കറിയാം ശബരിമലയിൽ എത്താനുള്ള ബുദ്ധിമുട്ട്. മൈലുകൾ താണ്ടി, മലകൾ താണ്ടി, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കറുത്ത മുണ്ടെടുത്ത് നഗ്നപാതനായിട്ട് മല കയറി എത്തുന്നവരാണ്. അങ്ങനെ എത്തുന്നവർക്ക് അവരെ എത്തിക്കുന്ന ഒരു ശക്തിയുള്ള ഈശ്വരനാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. നാശത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ അവതാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അന്വേഷണത്തിൽ കാണാം. പക്ഷെ അയ്യപ്പനെ അറിയാമത്. ഇവിടെ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല അരുണ, എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ. 2018 നമ്മൾ കണ്ടതാണ് കുറേ നാടകങ്ങൾ. അതിൻ്റെ തുടർച്ചയാണിത്. അതിനുശേഷമാണ് ഈ ദ്വാരപാലകന്മാരെ അടിച്ചു മാറ്റിയത് അവിടുന്ന്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും വലിയ ഗൂഢാലോചനയുണ്ടോ, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പോലും അന്വേഷണ വിധേയമാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു CBI അന്വേഷണം വേണമെന്ന്. എന്തുകൊണ്ട് സർക്കാരിന് അതിന് തയ്യാറായിക്കൂടാ? ഇന്ന് ഗോവിന്ദ മാഷ് ഒന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദം ഓർഡർ ആൻഡ് CBI എൻക്വയറി. ഇവർക്ക് കൈകൾ രക്ഷിക്കാമല്ലോ. അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തിന് എന്തിനാ മടിക്കുന്നേ? ഇത് വെറും സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല. ഇന്നിപ്പോൾ G. സുധാകരൻ പറഞ്ഞതും കൂടി നമ്മൾ ഓർക്കണം. ശബരിമലയിൽ ഒരുപാട് പണം എത്തുന്നുണ്ട്. അവിടെ തട്ടിപ്പിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പലതും സംഭവിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തത് മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന, പലപ്പോഴും അദ്ദേഹം അഭിപ്രായങ്ങൾ പലതും എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ കൈകൾ ശുദ്ധമാണെന്ന് പലരും കരുതുന്ന G. സുധാകരനാണ് അത് പറഞ്ഞത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിച്ചുകൂടാ. ഭാഗ്യത്തിന് ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സത്യസന്ധനാണെന്ന് നമ്മളൊക്കെ ബോധ്യമുള്ള ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ ആ അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ. പക്ഷേ അതിനു മുമ്പ് കേരളത്തിലെ സർക്കാർ ഈ പ്രശ്നം CBIക്ക് വിടണം. ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അത് CBIക്ക് സഹായകരമാവും. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇവരാരും വിചാരിക്കണ്ട. ഇത് അയ്യപ്പ. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നേരത്തെ മഹേഷ് പണിക്കർ സൂചിപ്പിച്ചല്ലോ, അവിടെ ദ്വാരപാലകന്മാരുടെ പൊതിഞ്ഞ സ്വർണത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീകോവിലിൻ്റെ മതിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ലേ? അതിൻ്റെ എന്താ പറയുക, മോൾവശത്തും സ്വർണമല്ലേ ഉള്ളത്? അതിനൊന്നും ഒരു കോട്ടവും വന്നിട്ടില്ലല്ലോ. അതെന്താ അടിച്ചു മാറ്റാൻ പറ്റാത്ത ഇവർക്ക്? പറ്റിയിരുന്നെങ്കിൽ അതും മാറ്റുമായിരുന്നില്ലേ ഇവര്? അപ്പോൾ ഇതൊരു നിസ്സാര പ്രശ്നമല്ല. ശബരിമല മാത്രമല്ല ഈ അന്വേഷണം നടത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരാം. അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് CBI അന്വേഷണം ഭയക്കുന്നു സർക്കാർ എന്നുള്ള ചോദ്യമുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും അവിടെയുണ്ട്. Debate with Dr. Arun Kumar.